കേരള അഗ്രികൾച്ചറൽ പ്രൈസ് ആൻഡ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെങ്ങ് കൃഷിയെക്കുറിച്ചുള്ള മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്നത്. അപ്പോൾ ഒന്നും രണ്ടും വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും നല്ലത്. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് തെങ്ങിൻ തൈ എങ്ങനെ നല്ല ഇനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഒരു വർഷം പ്രായവും നല്ല ഗുണമേന്മയുമുള്ള തെങ്ങിൻ തൈകൾ നഴ്സറിയിൽ നിന്നും നടുന്നതിനായി തിരഞ്ഞെടുക്കണം. ഇത്തരം തൈകൾക്ക് കുറഞ്ഞത് 6 ഓലകളും 10 സെൻറ്റിമീറ്റർ കണ്ണാടി കനവും ഉണ്ടായിരിക്കണം. നേരത്തെ ഓലക്കാലുകൾ വിരിയുന്നത് മേന്മയുള്ള തൈകളുടെ ഗുണവിശേഷമാണ്. നേരത്തെ മുളച്ച തൈകൾ നടുന്നതിനായി തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 6 മാസത്തിനകം മുളയ്ക്കാത്തവയും വളർച്ച മുരടിച്ചതോ ശേഷിച്ചതോ ആയ തൈകൾ ഒഴിവാക്കണം. വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നടുന്നതിനായി 1.5 മുതൽ 2 വർഷം പ്രായമുള്ള തൈകളാണ് നല്ലത്. പോളിബാഗ് നഴ്സറി വിത്ത് തേങ്ങ മുളച്ചതിന് ശേഷം 60x40 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള പോളിത്തീൻ ബാഗുകളിലേക്ക് പറിച്ചു നട്ടും തൈകൾ തയ്യാറാക്കാം. മേൽമണ്ണ്, മണൽ, കമ്പോസ്റ്റ് എന്നിവ 2:1:1 എന്ന അനുപാതത്തിൽ ചേർത്ത് തയ്യാറാക്കിയ പോട്ടിംഗ് മിശ്രിതം പോളിത്തീൻ ബാഗുകൾ നിറയ്ക്കാൻ ഉപയോഗിക്കാം. പോളിത്തീൻ ബാഗുകളുടെ കീഴ്ഭാഗത്ത് 8 മുതൽ 10 ചെറു സുഷിരങ്ങൾ ഇടണം. പറിച്ചു നടുന്നതിനായി പോളിബാഗ് തൈകൾക്കൊട്ടും ക്ഷതമേൽപ്പിക്കാത്തതിനാൽ അവ നല്ല കരുത്തോട് വളരും. പോളിബാഗ് നഴ്സറിയിൽ തെങ്ങിൻ തൈകൾ ഉണ്ടാക്കാൻ ഉയർന്ന ചെലവ് വരും. മാത്രമല്ല പോളിബാഗ് തൈകൾ ദൂരസ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനും ബുദ്ധിമുട്ടുണ്ട്. ഇനി നമുക്ക് സ്ഥലം തയ്യാറാക്കലും നടിയിലും നോക്കാം. തൈ നടാനുള്ള നിലമൊരുക്കൽ മണ്ണിൻ്റെ ഇനത്തെയും അന്തരീക്ഷ ഘടനകളെയും ആശ്രയിച്ചിരിക്കുന്നു. കുറ്റിച്ചെടികൾ നിറഞ്ഞതും നിരപ്പില്ലാത്തതുമായ പ്രദേശങ്ങളാണെങ്കിൽ കുറ്റിച്ചെടികൾ വെട്ടിമാറ്റി നിലം നിരപ്പാക്കിയ ശേഷം വേണം കുഴികളെടുക്കാൻ. അടിയിൽ പാറയോട് കൂടിയ വെട്ടുകൽ മണ്ണാണെങ്കിൽ 1.2x1.2x1.2 മീറ്റർ അളവിൽ നീളവും വീതിയും ആഴവുമുള്ള കുഴികളെടുക്കണം. തൈ നടുന്നതിന് മുമ്പായി ചാണകപ്പൊടിയും ചാരവും അയഞ്ഞ മേൽമണ്ണും കലർന്ന മിശ്രിതം കുഴിയിലിട്ട് 60 സെൻറ്റിമീറ്റർ വരെ നിറയ്ക്കണം. ജലവിധാനം കുറഞ്ഞ പശുമരാശി മണ്ണാണെങ്കിൽ 1x1:1 മീറ്റർ അളവിൽ നീളവും വീതിയും ആഴവുമുള്ള കുഴികളെടുക്കണം. എന്നാൽ ഉയർന്ന ജലവിധാനമുള്ള സ്ഥലങ്ങളിൽ ഉപരിതലത്തിലോ മൺകൂനകളെടുത്തോ തൈകൾ നടേണ്ടതാണ്. മണ്ണിടുന്നതിന് മുമ്പായി തെങ്ങിൻ കുഴിയുടെ ഏറ്റവും അടിഭാഗത്തായി ഒരു നിര ചകിരി മലർത്തി അടുക്കി വയ്ക്കുന്നത് ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു. ചെങ്കൽ പ്രദേശങ്ങളിൽ കുഴിയിൽ 2 കിലോ കറിയുപ്പ് ഇടുന്നത് മണ്ണിന് അയവ് വരാൻ സഹായിക്കുന്നു. ആവർത്തന കൃഷി, അടിത്തൈ വയ്ക്കൽ. പ്രായാധിക്യം മൂലം തെങ്ങുകൾ ഉൽപ്പാദനക്ഷമത തീരെ കുറഞ്ഞ് ഒട്ടും സാമ്പത്തിക നേട്ടം നൽകാതിരിക്കുമ്പോഴാണ് പൊതുവെ തെങ്ങിൻ തോപ്പിൽ അടിത്തൈ വയ്ക്കുന്നത്. പ്രായം ചെന്ന തെങ്ങുകൾ ഘട്ടം ഘട്ടമായി 3 മുതൽ 4 വർഷം കൊണ്ട് മുറിച്ചു മാറ്റണം. ആദ്യമായി അടിത്തൈ വയ്ക്കാനുള്ള സ്ഥലം തെങ്ങിൻ തോപ്പിൽ അടയാളപ്പെടുത്തണം. ആദ്യഘട്ടത്തിൽ വർഷത്തിൽ 10 തേങ്ങയിൽ കുറഞ്ഞ വിളവ് തരുന്ന ഏറ്റവും കുറഞ്ഞ ഉൽപ്പാദനക്ഷമതയുള്ള തെങ്ങുകളും അടിത്തൈ വയ്ക്കാൻ തയ്യാറാക്കിയ കുഴികൾക്കരികിലുള്ള തെങ്ങുകളും മുറിച്ചു മാറ്റണം. ബാക്കിയുള്ള തെങ്ങുകളുടെ 1/3 ഭാഗം വീതം 2-ാം വർഷവും 3-ാം വർഷം 4-ാം വർഷം എന്നിങ്ങനെ ആയി മുറിച്ചു നീക്കണം. തെങ്ങിൻ തോട്ടങ്ങളിൽ നിലവിലുള്ള പ്രായമേറിയ തെങ്ങുകൾ ക്രമരഹിതമായി നിശ്ചിത അകലത്തിൽ അല്ലാതെയുള്ളതാണെങ്കിൽ ആദ്യ വർഷത്തിൽ 1 മീറ്റർ ചുറ്റളവിൽ ഉള്ള തെങ്ങുകൾ, 2-ാം വർഷത്തിൽ 2 മീറ്റർ ചുറ്റളവിലുള്ള തെങ്ങുകൾ, 3-ാം വർഷത്തിൽ 3 മീറ്റർ ചുറ്റളവിലുള്ള തെങ്ങുകൾ, ബാക്കിയുള്ളവ 4-ാം വർഷത്തിൽ എന്ന രീതിയിൽ മുറിച്ചു മാറ്റാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര കാര്യങ്ങളാണുള്ളത്. അപ്പോൾ നല്ല ഇനം തെങ്ങും തൈ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്നും നടീലിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾ നാളെ പറയുന്നതായിരിക്കും. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.